ഈ അക്രമ പ്രവണതകളുടെ മധ്യേ മാതാവിനെ ഉറ്റുനോക്കുന്ന മകനുണ്ടാകാൻ വീട്ടിലേക്ക് എത്തിയാൽ അണഞ്ഞു ചെല്ലണം ഉമ്മയുടെ മടിത്തട്ടിലേക്ക്. ഉമ്മയുടെ ദേഹത്തോട് ആത്മാവിനോട് ചേർന്ന് നിൽക്കണം. ഘറിലോട്ട് കരോയേങ്കെ മാമ്പാപ്പ് അകേലമേ. വീട്ടിൽ പോയിട്ട് ഉമ്മയും ബാപ്പയും പരസ്പരം മുഖം നോക്കിയിട്ട് കരയും. മിട്ടി കെ ഖിലോനെ ഭീ സസ്തേനത്തെ മേലേമേ. മണ്ണ് കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടത്തിന് പോലും അങ്ങാടിയിൽ നല്ല വിലയാണ്. ആ വില പോലും എനിക്കും നിനക്കും ഈ വീട്ടിലില്ലല്ലടി എന്ന് ബാപ്പ ഉമ്മയോട് പറയുമ്പോ, മക്കള് യോഗ്യന്മാര് ചമയുമ്പോ, വിദ്യാഭ്യാസം കൂടിപ്പോയി, ഇന്ന് ബിരുദങ്ങൾ കൂടിപ്പോയി, പക്ഷേ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് സ്നേഹം അസ്തമിച്ചു പോവുകയും ചെയ്തു. മിട്ടി കെ ഖിലോനെ ഭീ സസ്തേനത്തെ മേലേമേ. അങ്ങാടിയിലെ മൺപാത്രത്തിന്റെ വില പോലും വീട്ടിലെ മാതാവിനും പിതാവിനും നഷ്ടപ്പെടുമ്പോ, കഷ്ടപ്പെടുന്ന പിതാവിന് ആവശ്യം മകനെ നിന്റെ പണമല്ല ഏട്ടാ, കാശുകൊണ്ടെല്ലാം നേടാന്ന് വിചാരിക്കരുത്. നീ ബാപ്പാക്ക് ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കലല്ല വേണ്ടത്. പിതാവിന് വേണ്ടത് നിന്റെ താങ്ങും തലോടലുമാണ്. അസുഖമായ ബാപ്പയുടെ നെറ്റി തടവാൻ നിന്റെ കയ്യിന് സന്നദ്ധതയില്ലെങ്കിൽ, അവശതയിൽ കിടക്കുമ്പോൾ പാവപ്പെട്ട ഉമ്മയെ താങ്ങിയിരുത്താനും അവരുടെ മലമൂത്ര വിസർജനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കാനും നിനക്ക് കഴിയില്ലെങ്കിൽ, നീ ആ മാതൃത്വത്തെ അവഹേളിക്കുകയാണ്, നീ പിതൃത്വത്തെ തിരസ്കരിക്കുകയാണെന്ന് പുത്തൻ തലമുറയോട് പോയി പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വടകരയിലൊരു സ്ഥലത്ത് മാതാപിതാക്കളെ പറ്റി പ്രസംഗിച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്ത് മരിച്ചുപോയി. പത്മനാഭൻ എന്ന് പറയും. പപ്പേട്ടെന്ന ആൾക്കാർ വിളിക്കുക. അദ്ദേഹം പിറ്റേത് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, സമദാനി സാഹിബേ, ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഒരച്ഛൻ വീട്ടിൽ പോയിട്ട് മകനോട് ചോദിച്ചു, നീ കേട്ടില്ലേ ആ പ്രസംഗം? നീ കേട്ടില്ലേ ആ പ്രസംഗം എന്ന് ഒരച്ഛൻ മകനെ വിളിച്ചിട്ട് മാതാപിതാക്കളെ പറ്റി പറഞ്ഞ പ്രസംഗത്തെപ്പറ്റി ചോദിക്കുമ്പോൾ, അതിൻ്റെ പിറകിൽ 100 കഥകളുണ്ട്, അതിൻ്റെ പിറകിൽ വേദനകളുണ്ട്, അതിൻ്റെ പിറകിൽ നൊമ്പരങ്ങളുണ്ട്, അതിൻ്റെ പിറകിൽ സങ്കടങ്ങളുണ്ട്, അതിൻ്റെ പിറകിൽ പിതാവിൻ്റെ കണ്ണുനീരിൻ്റെ ഉപ്പുരസമുണ്ട്, അതിൻ്റെ പിറകിൽ മാതാവിൻ്റെ നൊമ്പരങ്ങളും കഥനങ്ങളുമുണ്ട്. ആ കഥനങ്ങളെ തിരിച്ചറിയാൻ കഴിയണം. വയനാട്ടിലൊരു മാതാവിനെ മകനും മകളും കൂടിയാണ് കൊന്നത്. ഞെട്ടിപ്പോയി മാതാവ്. മക്കളോ? എൻ്റെ മക്കളോ? നൈരുച്യം. അമ്മ ഗർഭം ചുമന്നപ്പോ അമ്മക്ക് ഭക്ഷണത്തോട് രുചിയില്ലായിരുന്നല്ലോ അമ്മേ. തനു ശോഷണം. അമ്മയുടെ ശരീരം മെലിഞ്ഞിരുന്നില്ലേ അമ്മേ? ഇന്ത്യയിലൊരു മകൻ അമ്മയോട് ചോദിച്ചതാ. അങ്ങനത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. അത്ഭുതകരമായ തത്വങ്ങൾ പൂത്ത നാടാണ് ഇന്ത്യ. മഹത്തായ രാജ്യമാണ് ഇന്ത്യ. മൂല്യബോധത്തിന്റെ തറവാടാണ് ഭാരത മഹാരാജ്യം. ആ മൂല്യബോധത്തെയാണ് ഇന്ന് ചില ആളുകൾ പച്ചക്ക് പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. നൈരുച്യം തനുശോഷണം മലമയി ശയ്യാച്ച സാമ്പൽസരീ. അമ്മേ, എന്നെ ഗർഭം ചുമന്നപ്പോ ഭക്ഷണത്തോട് രുചിയില്ലായ്മ തോന്നിയിരുന്നില്ലേ? അത് കാരണം അമ്മയുടെ ശരീരം മെലിഞ്ഞിരുന്നില്ലേ? മലമയി ശയ്യാച്ച, എന്റെ മലമൂത്രത്തെ കിടക്കയാക്കിയിരുന്നില്ലേ അമ്മേ? മലമൂത്രം കിടക്ക. ഒരു നേരം ഭർത്താക്കന്മാര് വീട്ടിൽ പോയിട്ട് ഭാര്യ ഒന്നിങ്ങനെ ഉറ്റുനോക്കുക. നിങ്ങൾക്ക് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ, എന്നിട്ട് ഈ ചെറിയ മക്കളുടെ മലമൂത്രം കൊണ്ട് നിങ്ങളുടെ ഭാര്യ എന്താണ് ചെയ്യുന്നത് നോക്കുക. എന്നിട്ട് സ്വന്തം പെറ്റ തള്ളയെ ഉടനെ ഓർക്കുക. വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കുട്ടികളായ ഇളം മക്കളുടെ മലമൂത്രത്തെ കൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് സാകൂതം നോക്കുക, കൗതുകത്തോടെ നോക്കുക. ഉടനെ അമ്മയെ ഓർക്കുക. അപ്പൊ എൻ്റെ കാര്യത്തിൽ എൻ്റെ ഉമ്മ ഇതിലപ്പുറമായിരിക്കണം. ഇന്നിപ്പോ സൗകര്യം കൂടി, ഇന്ന് ആധുനിക സൗകര്യങ്ങൾ വർദ്ധിച്ചു വന്നു. അന്ന് അതൊന്നുമില്ലാത്ത കാലമാണ്. അതുകൊണ്ട് കരുണ മാത്രമാണ് രക്ഷാമാർഗം. ഇപ്പൊ പ്രസവിച്ച കുട്ടിക്ക് പ്രമേഹം കേട്ടോങ്ങള്. ഇപ്പൊ പ്രസവിച്ച കുട്ടിക്ക് എങ്ങനെയാ പ്രമേഹം ഉണ്ടായി?
അവന് കിട്ടിയ ആഹാരത്തിൽ മാതാപിതാക്കളുടെ ബീജത്തിൽ പ്രമേഹമുണ്ട്. അതിലൂടെങ്കിലും നീ അംഗീകരിക്ക്. നിനക്കൊരു രക്ഷയില്ല നിന്റെ മാതാപിതാക്കളുമായിട്ട് ബന്ധം പുലർത്താൻ. നീ എത്ര യോഗ്യനായാലും, നീ മാനം മുട്ടി വളർന്നാലും പെറ്റ തള്ളയുടെ ചോരയാണ് നിന്റെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്ന് നിന്നെ ഓർമ്മിപ്പിക്കാനാണ് പൊക്കിൾ കുഴി അടയാളം. ആ പൊക്കിൾ കുഴി അടയാളത്തെ തലോടുമ്പോ, പ്രസവിച്ച് വീണ് കിടക്കുമ്പോ അവിടെ ഒരു നാരുണ്ട്. നാര് പിന്നെ ഉണങ്ങിപ്പോയി, പക്ഷേ ശരീരത്തിൽ നിന്ന് ഈ പാട് മാഞ്ഞു പോയില്ല. പൊക്കിൾ കുഴിയുടെ നാര് ഉണങ്ങിപ്പോയപ്പോഴും കുഴി അവിടെ തന്നെ കിടക്കുകയാണ്. മാതാവിനെ ചവിട്ടാൻ വേണ്ടി നീ കാലോങ്ങുമ്പോ നിന്റെ വയറ്റത്തിരുന്ന് നിന്റെ പൊക്കിൾ കുഴി തേങ്ങണം എന്ന് കാരുണ്യവാൻ നിശ്ചയിച്ചിരിക്കുന്നു. കരുണാമയനായ സൃഷ്ടാവ് നിശ്ചയിച്ചിരിക്കുന്നു. ഇതൊക്കെ പറയാനും പഠിപ്പിക്കാനും ലോകാനുഗ്രഹം പോലെ വന്ന വസന്തത്തിന്റെ സ്മൃതിയല്ലയോ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ റസൂലാണ് ലോകത്തെ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാവാരെന്ന്, പിതാവാരെന്ന്, കുഞ്ഞുങ്ങളാരെന്ന് അവരെ തലോടാൻ പഠിപ്പിച്ചു. ചെറിയ കുട്ടികൾ അന്നത്തെ സമൂഹം ചെയ്യണത് കണ്ടാല് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വലിയ പീഡനങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക, വലിയ ശിക്ഷകൾ കൊടുക്കുക, ഭയാനകമായ ശിക്ഷ കൊടുക്കുക. ബാലവേല ഒന്നും അവസാനിക്കാതെ ലോകത്ത് പലയിടത്തും തുടരുക. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിസ്കാരത്തിലാണ്. സുജൂദിൽ പോയി. അടുത്ത സുജൂദ് പോയപ്പോ എഴുന്നേൽക്കുന്നില്ല. സഹാബത്ത് അത്ഭുതപ്പെട്ടു, എന്ത് പറ്റിപ്പോയി? സുജൂദ് അവസാനിപ്പിക്കുന്നില്ല. സുജൂദ് ദീർഘമായിട്ട് തുടരുമ്പോ സഹാബത്ത് വിചാരിച്ചു സുജൂദിൽ കിടക്കുമ്പോഴെങ്ങാനും ജിബ്രീൽ വഹ്യുമായി വന്നുവോ പരിശുദ്ധ റസൂലിന്റെ അടുക്കലെന്ന് അവർ ശങ്കിച്ചു നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ. എഴുന്നേറ്റപ്പോൾ അവർ ചോദിച്ചു, എന്താണ് അല്ലാഹുവിന്റെ റസൂലേ സുജൂദ് നീണ്ടത്? സുജൂദിന്റെ ഇടയിൽ വഹ്യെങ്ങാനും വന്നുവോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോ എൻ്റെ കുട്ടികള്, പേരക്കുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നത്, ഹസനും ഹുസൈനും, അവരുണ്ടായിരുന്നു. സുജൂദ് പോയപ്പോ ഒരാൾ എൻ്റെ പെരടി കയറി. അവന്റെ ജോലി തീർക്കാതെ എനിക്ക് സുജൂദിന്ന് എഴുന്നേൽക്കാൻ മടി തോന്നി. അത്രയും നേരം ഞാൻ സുജൂദ് കിടന്നുകൊടുത്തു. കുട്ടിയുടെ കളി അങ്ങോട്ട് പൂർത്തിയായിക്കോട്ടെ എന്ന് വിചാരിച്ചു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു വെറും സംഭവമല്ല. പ്രാർത്ഥനയുടെ മധ്യത്തിൽ പോലും പുണ്യ റസൂൽ കുഞ്ഞുങ്ങളുടെ കാര്യമോർത്തു. തുർസിലുൽ അമാന, ലോകത്തിൽ നിന്ന് വിശ്വസ്തതയെടുത്തുയർത്തപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വറഹിം, കരുണയും പോകും. ഫതഖൂമാനി ജംബതൈ സിറാത്തി യമീനം വശിമാല, നിങ്ങൾ കടന്നു പോകുന്ന സിറാത്ത് പാലത്തിന്റെ ഇടത്തും വലത്തുമായിട്ട് വിശ്വസ്തതയും കാരുണ്യവും എഴുന്നേറ്റ് നിൽക്കും. ലോകത്തിൽ നിന്ന് അസ്തമിച്ചു പോയ വിശ്വസ്തത സിറാത്ത് എന്ന പാലത്തിന്റെ ഒരു ഭാഗത്ത്, ലോകത്തിൽ നിന്ന് അസ്തമിച്ചു പോയ കാരുണ്യം സിറാത്ത് എന്ന പാലത്തിന്റെ മറുഭാഗത്ത്, രണ്ടും കൂടി നിൽക്കുമ്പോ ഫയമുറു അവ്വലുക്കും കൽബർക്ക്, നിങ്ങൾക്കിടയിലെ ഒന്നാമൻ ഇടിമിന്നൽ പോലെ സഞ്ചരിക്കും. സഹാബി പറയുകയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, അൻത ബി അബീ വ ഉമ്മി അയ്യു ശൈഇൻ കമറിൽ ബർഖ്, എന്താണ് ഈ ഇടിമിന്നൽ പോലെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചുവെന്ന് ആ സഹാബി. ഖാല, അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അലം തറൗ ഇലൽ ബർഖ് കൈഫ തമുറു വ യർജിഉ ഫീ തർഫത്തി ഐൻ, കണ്ണ് ചിമ്മി തുറക്കുമ്പോഴേക്ക് ഇടിമിന്നൽ തെളിയുന്നതും മായുന്നതും നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഇടിമിന്നൽ പോലെ സിറാത്ത് എന്ന പാലത്തിലൂടെ സഞ്ചരിക്കും. സുമ്മ കമറിർ റീഹ്, പിന്നത്തെയാള് കാറ്റ് വീശും പോലെ. സുമ്മ കമറിത് തൈർ, പിന്നെ പക്ഷി പറക്കും പോലെ മറ്റൊരാൾ. ആണുങ്ങൾ അങ്ങനെ ഓരോരുത്തരും ഓരോ വഴിക്ക് സഞ്ചരിക്കും. യജ്രീബിഹിം അഅമാലുഹും,
അവരുടെ കൂടെ അവരുടെ കർമ്മങ്ങളും ഓടുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വനബിയുകുൻ ഖായിമുൻ അലസ്സിറാത്ത്, നിങ്ങളുടെ നബി ആ പാലത്തിങ്കൽ കാത്തു നിൽക്കുന്നുണ്ടാകും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ നബി ആ പാലത്തിങ്കൽ കാത്തു നിൽക്കുന്നുണ്ടാകും. വിശ്വസ്തതയും കരുണയും ലോകത്തുനിന്ന് മറയും. വിശ്വസ്തത ഉണ്ടോന്ന്? തൂണിനെ വിശ്വസിക്കാൻ കൊള്ളുമോ? വീടിന്റെ തൂണിനെ, വീടിന്റെ ചുമരിനെ, കച്ചവടത്തിലെ പാർട്ട്ണറെ, ഉറ്റ സുഹൃത്തെന്ന് പറഞ്ഞ് നടക്കുന്നവനെ, രാഷ്ട്രീയത്തിൽ സഹപ്രവർത്തകരെ, കുടുംബത്തിലെ ഉറ്റവരെ, അങ്ങാടിയിലെ സഹോദരങ്ങളെ, സ്വന്തം ഗ്രാമത്തിലെ നാട്ടുകാരെ. വിശ്വസ്തത സിറാത്തെന്ന പാലത്തിന്റെ ഒരു ഭാഗത്തും, കരുണ സിറാത്തെന്ന പാലത്തിന്റെ മറുഭാഗത്തും, ഇടത്തും വലത്തുമെന്ന പോലെ നിൽക്കുമ്പോ, നിങ്ങളിൽ ചിലർ ഇടിമിന്നൽ പോലെ പാലം കടക്കുമ്പോ, നിങ്ങളിൽ ചിലർ കാറ്റ് പോലെ ഒഴുകുമ്പോ, നിങ്ങളിൽ ചിലർ പറവയെപ്പോലെ പറക്കുമ്പോ, പിന്നെ ചിലർ എഴയുമ്പോ, നിങ്ങളുടെ നബി പാലത്തിങ്കൽ കാത്തു നിൽക്കും. അഷ്റഫുൽ മഖ്ലൂഖീന അഫ്ളലുൽ മുർസലീന ഷഫീഉൽ മുദ്നിബീന സിറാജുൽ ആശിഖീന മുറാദുൽ മുഷ്താഖീന സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ ഖാതിമുൻ നബിയ്യീന ഇമാമുൽ അംബിയാഇ വൽ മുർസലീന റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം. യഖൂലു, നിങ്ങളുടെ നബി പറഞ്ഞുകൊണ്ടേയിരിക്കും, റബ്ബി സല്ലിം സല്ലിം, എൻ്റെ റബ്ബേ രക്ഷപ്പെടുത്തണേ, എൻ്റെ റബ്ബേ ഈ പാലം കടക്കുന്നവനെ രക്ഷപ്പെടുത്തണേ എന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നബി പറഞ്ഞുകൊണ്ടിരിക്കും. ലോക നേതാവ്, വിശ്വാചാര്യൻ, ലോകവിമോചകൻ, മഹശറയിൽ എല്ലാവരും നാവടക്കുമ്പോ അവിടെ പ്രസംഗിക്കുന്ന ഒരേ ഒരു ലോക പ്രഭാഷകൻ, ഒരേ ഒരു വിശ്വവാഗ്മി, മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലമ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുകയാണ്, കഅന്നീ നളറ ഇലാ റസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഒരു നേരം നോക്കിയപ്പോ, യഹ്കീ നബിയ്യം മിനൽ അംബിയാഇ ലറബഹു ഖൗമുഹു വഹുവ യംസഹു ദമഅ അൻ വജ്ഹി. നബി ഒരു പ്രവാചകന്റെ കഥ പറയുകയാണ്. ആ ജനങ്ങൾ ആ പ്രവാചകനെ ആക്രമിച്ചു, പരിക്കേൽപ്പിച്ചു. എന്നിട്ട് ആ പ്രവാചകൻ തൻ്റെ മുഖത്തിൽ നിന്ന് രക്തം തുടച്ചു കളയുന്നതായിട്ട് നബി വിവരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് റസൂൽ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു നബിയുടെ കഥ പറയാനാണ് ഹദീസിലുള്ളത്. പക്ഷേ ഈ ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളിലൊക്കെ പറയണത് അത് സ്വന്തത്തെ പറ്റി അള്ളാഹിൻ്റെ റസൂല് പറയായിരുന്നു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾ ആക്രമിച്ചതിൻ്റെ ഫലമായി സ്വന്തം മുഖത്ത് നിന്ന് രക്തം തുടച്ചു നീക്കി വയഖൂൽ, എന്നിട്ട് ആ പ്രവാചകൻ പറയുകയാണ്, റബ്ബി ഗ്ഫിർലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, എൻ്റെ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കണമേ അല്ലാഹ്, അവർക്ക് അറിഞ്ഞുകൂടാ, അവരോട് പൊറുക്കണേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയെ ഖബറിലേക്ക് ഇറക്കുകയാണ്. നാവിലൂനി സാഹിബക്കുമാ, നിങ്ങളുടെ കൂട്ടുകാരനെ എനിക്ക് തന്നാലും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു. അബൂബക്കറിന്റെയും ഉമറിന്റെയും കയ്യിൽ നിന്ന് മയ്യത്ത് പുണ്യ റസൂൽ ഏറ്റുവാങ്ങി. റസൂൽ ഖബറിലേക്ക് ആ മയ്യത്ത് ഇറക്കി വെച്ചു. ഞാൻ അന്തം വിട്ടു നിന്നു. അർദ്ധരാത്രി കാണാനില്ലാതെ അള്ളാന്റെ റസൂലിനെ പോയി തപ്പി നോക്കുമ്പോ, ഒഴിഞ്ഞ വിരിപ്പ് കാണുമ്പോ, അത് തണുത്തുറഞ്ഞ് കാണുമ്പോ, ഞാൻ പിന്നാലെ നടന്നു പോകുമ്പോ അതാ ഒരു ഖബറിന്റെ അടുക്കൽ അള്ളാന്റെ റസൂല് നിൽക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ ഖബറിലേക്ക് ആ സഹാബിയെ ഇറക്കി വെച്ചു. എന്നിട്ട് റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടു, അല്ലാഹുമ്മ അംസൈതു അൻഹു റാളിയ, അല്ലാഹുവേ ഇന്ന് വൈകുന്നേരം വരെയും ഞാൻ ഈ മനുഷ്യനെ പറ്റി, ഈ ഖബറിലേക്ക് ഇറക്കുന്ന ആളെ പറ്റി പൊരുത്തപ്പെട്ടിരിക്കണം. നീയും ആ സഹോദരനോട് പൊരുത്തപ്പെടണമേ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സഹാബിയുടെ കഥ തന്നെ അത്ഭുതമാണ്. അബ്ദുൽ ഉസ്സ എന്നായിരുന്നു ഈ സഹാബിയുടെ പേര്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി ആകുന്നതോടെ നബി പേര് മാറ്റി, അബ്ദുള്ള എന്നാക്കി. അബ്ദുല്ലാഹിബ്നു അബ്ദുൻഹും അഫീഫ് എന്നാണ് മുഴുവൻ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു. ദീൻ വിശ്വസിച്ചതോടുകൂടി കൂടുള്ള ആളുകളൊക്കെ എല്ലാം തട്ടിയെടുത്തു. ഈ സഹാബിയുടെ കവർന്നെടുത്തു, മുതലും സ്വത്തും ഒക്കെ കവർന്നെടുത്തു. ഒരു കട്ടിപ്പുതപ്പ് മാത്രം ബാക്കിയായി. ആ കട്ടിപ്പുതപ്പ് 2 കഷ്ണമാക്കിയിട്ട് ഒരു കഷ്ണം ഉടുത്ത് മറ്റേ കഷ്ണം കൊണ്ട് പുതച്ചിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നു. ആ സഹാബിയാണ് മരണപ്പെട്ടിട്ട് ഈ മയ്യിത്ത് ഖബറിലേക്ക് ഇറക്കുന്നത്. ദീൻ വിശ്വസിച്ചതോടുകൂടി എല്ലാം തട്ടിയെടുത്ത് ആളുകൾ ഒരു പുതപ്പ് മാത്രം എടുത്തോന്ന് പറഞ്ഞ് വിട്ടുകൊടുത്ത് സ്വന്തം മുതലിൽ നിന്നൊരു പുതപ്പ് മാത്രം ബാക്കിയായി. അത് 2 കഷ്ണാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേരിട്ടു, 2 പുതപ്പും കഷ്ണത്തിന്റെ ആള്. പുതപ്പ് 2 കഷ്ണാക്കി, ഒന്നെടുത്തു. അതും കൊണ്ട് വന്ന സഹാബിയാണ് രാത്രി മരണപ്പെട്ടിട്ട് ഖബറിലേക്ക് ഇറക്കുന്നത്. ഈ സംഭവം വിവരിക്കുന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധ സഹാബിയാണ്, മഹാപണ്ഡിതനാണ്, ഖുർആന്റെ പണ്ഡിതനാണ്, ഹദീസ് പണ്ഡിതനാണ്. ആ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് അവസാനം പറയുന്ന വാക്കെന്താണെന്നറിയോ? ഈ സംഭവം വിവരിച്ചിട്ട് ഫവദിതു വല്ലാഹി ഇന്നി അനൽ മയ്യിത്ത്, ഫവദിതു വല്ലാഹി ഇന്നി അനൽ മയ്യിത്ത്, ആ മയ്യിത്ത് ഞാനാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അള്ളാന്റെ റസൂല് കയ്യിലേക്ക് മയ്യിത്ത് ഏറ്റെടുത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ച്, ഞാൻ പൊരുത്തപ്പെട്ടിരിക്കണം, അല്ലാഹ് നീയും പൊരുത്തപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ, മരിച്ചത് ഞാനായിരുന്നെങ്കിൽ, അത് എൻ്റെ മയ്യിത്തായിരുന്നെങ്കിൽ എന്ന് ഞാൻ മോഹിച്ചുവെന്ന് സയ്യിദുനാ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ ഈ ഭൂമുഖത്ത് ഇങ്ങനെ വല്ല യോഗ്യന്മാരായി ജീവിക്കണത് നമ്മളെ ആരോഗ്യത്തിന്റെ മികവുണ്ടോ? മരിച്ചുപോയവരൊക്കെ വല്ല സോക്കടേരായതുകൊണ്ടും നമ്മളൊക്കെ ആരോഗ്യവാന്മാരായതുകൊണ്ടൊന്നും അല്ല നമ്മൾ ജീവിക്കുന്നത്. ഒരു ക്യാൻസർ ബാധിച്ച ആളെ ചിത്രം കണ്ടിട്ട് പേടിച്ചു പോയി. അങ്ങനത്തെ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ വീട്ടുകാർ ഭയപ്പെട്ടു പോകും രാത്രിയും പകലും. കണ്ണ് പെടുന്നു പോയിട്ട് തലന്റെ നെറുകയിലെത്തിരിക്കും, അത് തുറക്കാൻ വയ്യ. കാത് വേറെ കൊടുക്കായിരിക്കും. മനുഷ്യൻ ഉണ്ടാക്കി തീർക്കുന്നുണ്ട് കുറെ. ഭക്ഷണത്തിൽ വിഷം, വായുവിൽ വിഷം, ഒന്നും അള്ളാഹു വെച്ചതല്ല. അള്ളാഹ് മഴ തന്നു, ശുദ്ധജലം. മഴ വരുമ്പോൾ രോഗത്തെ ഭയപ്പെടുന്നത് അള്ളാഹ് വെച്ചതല്ല, മനുഷ്യണ്ടാക്കിയതാണ്. മാലിന്യം മനുഷ്യന്റെ വക, മഴ കാരുണ്യവാന്റെ വക, പ്രകൃതി കാരുണ്യവാന്റെ വക, പ്രകൃതി മലിനീകരണം മനുഷ്യന്റെ വക, കശുമാവ് കാരുണ്യവാന്റെ വക, അതിലടിക്കുന്ന എൻഡോസൾഫാൻ നിന്റെ തോന്നിവാസത്തിന്റെ വക. നിന്റെ കശുമാവ് 4 എണ്ണം കൂടുതൽ കായ്ക്കാൻ നീ മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്ന നിന്റെ ദുരയുടെ കഥ, നിന്റെ ആർത്തി, നിന്റെ ദുർമോഹം. കാസർകോട്ടെ കുട്ടി 20 കിലോ ഭാരമുള്ള തലയുമായി കിടന്ന് എഴയാണ്, അവന് പൊങ്ങാൻ വയ്യ. അവനെ അങ്ങനെ ആക്കിയത് നിന്റെ എൻഡോസൾഫാനാണ്. അതിന് കാരണം നിന്റെ കശുമാവും തോട്ടത്തിൽ കൂടുതൽ കായ്ച്ച് നിനക്ക് കാശുണ്ടാക്കണം എന്നുള്ള നിന്റെ ആർത്തിയാണ്. ആ കുഞ്ഞിനെ എഴയുന്ന പാകത്തിൽ തള്ളിയത് നിന്റെ ശാസ്ത്രത്തിന്റെ കുബുദ്ധിയാണ്. വിശപ്പാണ് ലോകത്തെ ഏറ്റവും വലിയ ഒരു ആദർശം. ഞാൻ കോളേജ് യൂണിയന്റെ ചെയർമാനായിരുന്ന കാലത്ത് മലയാളത്തിലെ വലിയ സാഹിത്യകാരനായ ശ്രീ കോവിലിനെ ഞങ്ങളുടെ കോളേജ് യൂണിയന്റെ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തെ വാക്ക് ഞാൻ ഒരിക്കലും മറക്കൂല.
കോവിലിന്റെ ആദ്യ വാചകതായിരുന്നു, മനുഷ്യന്റെ ഏറ്റവും മൗലികമായ പ്രേരണ വിശപ്പാണ്. ഇതാണ് കോവിലൻ പ്രസംഗിച്ചത്. മൗലിക പ്രേരണ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, മൗലിക പ്രശ്നം എന്നല്ല. അതെല്ലാവരും സഹിക്കണമെന്ന് അള്ളാഹുവും അള്ളാഹിന്റെ റസൂലും വിധിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർത്തി ആർഭാടും അല്ല ജീവിതം. ജീവിതം പരിത്യാഗമാണ്. ജീവിതം ചില തത്വങ്ങളുടെ മേൽ ഉറച്ചു നിൽക്കലാണ്. കണ്ടതൊക്കെ വെട്ടി വിഴുങ്ങാനും എല്ലാം കൂടി സ്വന്താക്കാനുള്ള ഇറങ്ങി പുറപ്പാടില്ല. നീ ഉണ്ടാക്കി തീർക്കുന്ന വെനകൾ ചെറുതല്ല. അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് മരണപ്പെടാൻ പോകുമ്പോ മക്കൾക്കൊന്നും കരുതി വെച്ചിട്ടില്ല. ലോകത്തിന്റെ ഭരണാധികാരിയാണ്, ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്. ഒരു ബന്ധു പോയിട്ട് പറഞ്ഞു, മക്കൾക്ക് എന്തെങ്കിലും വേണ്ടെങ്കിൽ മരിക്കാൻ പോവാണ്, നിങ്ങൾ ഖലീഫ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരണക്കിടക്കയിൽ കിടക്കുകയായിരുന്നു. മക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. 12 ആമക്കളുണ്ടായിരുന്നു. 12 ആമക്കളും പാപ്പാന്റെ മുമ്പിൽ വന്നു നിന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അടിമുടി മക്കളെ നോക്കി മെലിഞ്ഞൊട്ടി. ഭക്ഷണം കഴിക്കാഞ്ഞിട്ട് രോഗം പിടിച്ച് തളർന്ന് രാജ്യത്തിന്റെ ഖലീഫയുടെ മക്കള്. ലോകനീതി പുണ്യ റസൂൽ എന്ന് പഠിക്കണം സല്ലല്ലാഹു. ഇതാണ് റസൂലുള്ളാഹി ലോകത്തുണ്ടാക്കിയത്. രാഷ്ട്രീയത്തിലൊക്കെ ലോകത്താകെ ഓരോരുത്തരും സ്വന്തം നിലക്കും അല്ലാതെ എന്തൊക്കെ പക്ഷപാതങ്ങളും ധനസമ്പാദനങ്ങളും. മക്കളെ പട്ടിണി കിട്ടിട്ട് രാജ്യം ഭരിച്ച ഒരു ചക്രവർത്തിയെ ഓർക്കുക. മക്കളിങ്ങനെ തലതായിട്ട് നിന്നു പൊട്ടി കരഞ്ഞുപോയി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തൻ്റെ മക്കളുടെ നില കണ്ടിട്ട് ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. രാജ്യം ഭരിക്കുന്ന ഖലീഫ കുട്ടികൾക്കുള്ള ചെലവ് നിയന്ത്രിച്ചതാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് ഈ ദാരിദ്ര്യം വേണമോ അതോ നിങ്ങളുടെ ബാപ്പ നരകത്തിൽ കിടക്കണമോ? ജീവിതം മുഴുവൻ എൻ്റെ മക്കളെ നിങ്ങൾ ദാരിദ്ര്യം സഹിക്കുന്നതാണ്. നിങ്ങളുടെ ബാപ്പ ഒരു ദിവസം നരകത്തിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ സുഭിക്ഷമായിട്ട് ജീവിച്ചാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ രാജ്യത്ത് നീതി നടപ്പിലാക്കേണ്ട നിങ്ങളുടെ പിതാവ് മക്കളെയും കുടുംബത്തെയും നോക്കിയതിൻ്റെ പേരിൽ ഒരുപക്ഷെ നരകപ്രവേശത്തിന് അർഹനായി തീരുമെങ്കിൽ മക്കളെ, നിങ്ങൾ കഷ്ടപ്പെടുന്നതാണ് ബാപ്പ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ചരിത്രകാരൻ രേഖപ്പെടുത്തുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മരിച്ചുപോയി, മരണപ്പെട്ടു പോയി. മക്കൾക്കൊന്നും ദാരിദ്ര്യം ഉണ്ടായില്ല. മക്കൾക്കൊക്കെ വലിയ ജീവിത ചുറ്റുപാട് അള്ളാഹു കൊടുത്തു. അള്ളാഹ് കഷ്ടപ്പെടുത്തൂല. അള്ളാഹുവിൽ തവക്കുലാക്കിയ ഒരാളെയും അള്ളാഹ് കഷ്ടപ്പെടുത്തിയിട്ടില്ല. അള്ളാഹുവിൽ തവക്കുലാക്കുന്നവർക്ക് അള്ളാഹു അന്നം കൊടുക്കും, എല്ലാം കൊടുക്കും. മക്കളുടെയൊക്കെ ജീവിതം അള്ളാഹു നന്നാക്കി തീർത്തു. പരിശുദ്ധ റസൂലിന്റെ ചര്യകളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മരണശയ്യയിൽ കിടക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാണാൻ പോയി. എന്തിന്റെ പേരിലാണ് അസ്വാസ്ഥ്യം? ഇബ്നു മസ്ഊദിനോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്റെ പാപങ്ങളെ പറ്റി മറുപടി പറഞ്ഞു. റസൂലുള്ളാഹിന്റെ സഹാബത്ത് എന്ന് പറഞ്ഞാൽ അവർ പുണ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും അവരൊക്കെ പരലോകത്തെ എങ്ങനെ കണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്താ നിങ്ങൾക്ക് മോഹം? ഞാൻ അള്ളാന്റെ റഹ്മത്തിനെ മോഹിക്കുന്നു, അള്ളാന്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. വൈദ്യനെ കൊണ്ടുവരട്ടെ എന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സഹാബിയായ മരണശയ്യയിൽ കിടക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് ചോദിച്ചു. നബിക്ക് വളരെ ഇഷ്ടപ്പെട്ട സഹാബി, ഖുർആൻ ഓതുകയും മനപ്പാഠമാക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്ത സഹാബി, റിദ്വാനുല്ലാഹി തആല അൻ കുല്ലി വാഹിദിൻ മിന്നും അജ്മഈൻ. അപ്പോൾ അതിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. അമ്രദനി തബീബ്, ഡോക്ടറാണ് എന്നെ രോഗിയാക്കിയത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മറുപടി. ഡോക്ടറാണ് എന്നെ രോഗിയാക്കിയത്, വൈദ്യനാണ് എന്നെ രോഗിയാക്കിയത്. അല്ലാഹു ആണ് ഡോക്ടർ, വൈദ്യൻ. അല്ലാഹുവാണ് ഇപ്പൊ എനിക്ക് ഈ സോക്കട് തന്നത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് ഹർ കെ ഇഷ്ക് മുസ്തഫ സാമാനെ വൂസ്ത്, ഹർ കെ ഇഷ്ക് മുസ്തഫ സാമാനെ വൂസ്ത്, ബഹ്റ ബർദർ കൂശയെ ദാമാനെ വൂസ്ത്. ഈ വിനീതൻ റസൂലുള്ളാഹിന്റെ മദ്ഹ് എവിടൊക്കെ പറയണോ ഇക്ബാൽ എന്ന ഭാഗ്യവാൻ അതിൻ്റെ കൂടെ ഓർക്കപ്പെടുന്നുണ്ട്.
എന്താ അതിൻ്റെ കാരണം? അക്ഷരാർത്ഥത്തിൽ അല്ലാമ പരിശുദ്ധ നബിയെ സ്നേഹിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. വാക്കിലും കവിതയിലും വികാര തീക്ഷ്ണതയോടെ ആ സ്നേഹത്തെ ആവിഷ്കരിച്ചു. അങ്ങനെ എഴുതി വെക്കുക മാത്രല്ല ചെയ്തത്, സ്വന്തം ജീവിതത്തിൽ റസൂലിനെ ഓർത്ത് ഉരുകി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബിയെ ഓർത്ത് നെഞ്ചുരുകി ഏങ്ങലടിച്ച് കരഞ്ഞു പരിശുദ്ധ റസൂലിന്റെ ഓർമ്മകളിൽ. ഹർ കെ ഇഷ്ക് മുസ്തഫ സാമാനെ വൂസ്ത്, ഹർ കെ ഇഷ്ക് മുസ്തഫ സാമാനെ വൂസ്ത്, ബഹ്റ ബർദർ കൂശയെ ദാമാനെ വൂസ്ത്, ബഹ്റ ബർദർ കൂശയെ ദാമാനെ വൂസ്ത്. ലോകത്തിന്റെ ഏറ്റവും വലിയ ജീവനോപാധി മുസ്തഫാന്റെ സ്നേഹമാണ്. അല്ലാമ ഇക്ബാലിന്റെ വാക്കുകളാണ്. ഒരു മദ്ഹ് റസൂലിന് പോകുമ്പോൾ ഞാൻ മനസ്സിൽ കരുതും, അല്ലാമ ഇക്ബാലിന് പുതിയ എന്തെങ്കിലും ഒന്ന് പറയണം. അപ്പൊ വിചാരിക്കും ഇത് തീർന്നു പോവോ? ഇല്ല, തീരുന്നില്ല. റസൂലുള്ളാഹിനെ പറ്റി അല്ലാമ പറഞ്ഞത് തീരുന്നില്ല. അത് പിന്നെയും പിന്നെയും കിണറ് കളിച്ചപ്പോ ഉറവ പൊട്ടിയ പോലെയാണ്. അല്ലെങ്കിലും റസൂലുള്ളാഹിനെ പറ്റി പറയുന്ന ഒന്നും തീരുന്നില്ല. സമദാനിയുടെ പ്രസംഗത്തിലെ ഏത് സീഡി നിങ്ങൾ വലിച്ചെറിഞ്ഞാലും അള്ളാഹിൻ്റെ റസൂലിനെ പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ നെഞ്ചോട് ചേർക്കും. നിങ്ങൾക്കത് വലിച്ചെറിയാൻ കഴിയില്ല. നിങ്ങളത് ഹൃദയത്തിൽ വെക്കും. അത് വെച്ചിട്ടുണ്ട്, കാലങ്ങളായിട്ടുണ്ട്. 25 കൊല്ലം മുമ്പ് ചെയ്തതിൻ്റെ വാക്കുകൾ ഇപ്പോഴും എടുത്തു പറഞ്ഞ ചെറുപ്പക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു, 10-25 കൊല്ലം മുമ്പ് ചെയ്ത പ്രസംഗത്തിലെ വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് ഉരുവിട്ട് മനപ്പാടമാക്കിയിട്ട് പറയാൻ തുടങ്ങി. അതെൻ്റെ പ്രസംഗത്തിൻ്റെ മികവ് കൊണ്ടല്ലെന്നും ആ വാക്കുകൾ പരിശുദ്ധ നബിയെ മദ്ഹ് ചെയ്യുന്ന വാക്കുകളായതുകൊണ്ടാണ് ഖൽബുകൾ അത് ഏറ്റെടുത്തതെന്നും എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അവിടെ പ്രസംഗമില്ല, അവിടെ പ്രസംഗിക്കുന്നവനുമില്ല, അവിടെ പരിശുദ്ധ റസൂലേ ഉള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹർ കെ ഇഷ്ക് മുസ്തഫ സാമാനെ വൂസ്ത്, ബഹ്റ ബർദർ കൂശയെ ദാമാനെ വൂസ്ത്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ജീവനോപാധി മുസ്തഫാന്റെ സ്നേഹമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നം കൊണ്ടുവരും, സുരക്ഷിതത്വം കൊണ്ടുവരും, ശുദ്ധമായത് കൊണ്ടുതന്നു തരും, കിനാവ് കൊണ്ടുവന്നു തരും, സങ്കല്പം തരും, സത്യം തരും, കുടുംബം തരും, സമാധാനം തരും. ഇസ്സത്തെന്ന അഭിമാനം എന്തിലെങ്കിലും ഉണ്ടെങ്കിൽ അത് നബിയുടെ മഹബ്ബത്തിൽ മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹർ കെ ഇഷ്ക് മുസ്തഫ സാമാനെ വൂസ്ത്, ബഹ്റ ബർദർ കൂശയെ ദാമാനെ വൂസ്ത്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാർഗം അത് മുസ്തഫാന്റെ സ്നേഹമാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. मेरा ईमान नबी, मेरी जान नबी, मेरा ഈമാൻ നബി. എൻ്റെ വിശ്വാസം എൻ്റെ നബിയാണ്. അല്ലേ? ഒക്കെ റസൂലനല്ലേ? ഈമാൻകാരും ഇസ്ലാംകാരും പഠിപ്പിച്ചതാരാ? അള്ളാഹിനെ പറ്റി പഠിപ്പിച്ചതാരാ? തൗഹീദ് പറഞ്ഞു തന്നതാരാ? ആഖിറം പറഞ്ഞു തന്നതാരാ? സ്വർഗവും നരകവും പരിചയപ്പെടുത്തിയതാരാ? മരണത്തിന് മുമ്പുള്ള വരെ ഉള്ളതൊക്കെ പലർക്കും പറയാം. മരണത്തിന് ശേഷമുള്ളത് പറഞ്ഞു തരാൻ വന്നതാരാ? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. मेरा ईमान नबी, मेरी जान नबी, मेरी पहचान नबी है, मेरी शान नबी, सैयदी मुर्शिदी जिंदगी बंदगी. എൻ്റെ സയ്യിദും എൻ്റെ വഴികാട്ടിയും എൻ്റെ ജീവിതവും എൻ്റെ ദാസ്യവും എൻ്റെ അടിമത്തവും എൻ്റെ ബന്ദഗി, എൻ്റെ സിന്ദഗി, എൻ്റെ ജീവിതം, എൻ്റെ ദാസ്യം, എൻ്റെ സമർപ്പണം, എൻ്റെ രാവ്, എൻ്റെ പകൽ, എൻ്റെ രാത്രിയുടെ ഏകാന്തതയിൽ കത്തുന്ന വിളക്കും
എൻ്റെ സ്വപ്നത്തിൻ്റെ സുഗന്ധവും എൻ്റെ തേട്ടത്തിൻ്റെ മഹത്വവും എൻ്റെ സ്നേഹത്തിൻ്റെ ഒടുക്കവും എൻ്റെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യവും എൻ്റെ ജീവിതത്തിൻ്റെ ആത്മാവും എൻ്റെ ആകാശത്തിൻ്റെ പരപ്പും എൻ്റെ ഭൂമിയുടെ മൗനവും എൻ്റെ കടലിൻ്റെ ഗാനവും എൻ്റെ കരയുടെ വിശാലതയും എൻ്റെ മാമരച്ചില്ലകളുടെ പ്രകൃതിയുടെ മുഴുവൻ പരിസരവും എൻ്റെ നിലാവിൻ്റെ കുളിർമയും എൻ്റെ ലോകത്ത് നീതിയുടെ അധ്യാപനവും എൻ്റെ ലോകത്ത് മുഴുവൻ നന്മയുടെ പ്രതീകവും എൻ്റെ ലോകത്ത് മുഴുവൻ മൂല്യബോധത്തിൻ്റെ ആവിഷ്കാരവും എൻ്റെ ലോകത്ത് കരയുന്ന കുട്ടിയുടെ കൈപിടിക്കുന്ന വിമോചകനും എൻ്റെ ലോകത്ത് തിരസ്കരിക്കപ്പെടുന്ന മാതാവിൻ്റെ രക്ഷകനും എൻ്റെ ലോകത്ത് അന്യായമായിട്ട് കൊല ചെയ്യപ്പെടുന്ന നിരപരാധിക്ക് നീതിയുടെ മാർഗേണ സഞ്ചരിക്കാനുള്ള വഴിയൊരുക്കുന്ന നായകനും വഴികാട്ടിയും മാർഗദർശിയും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയുടെ സ്നേഹം കിട്ടാൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വിചാരിച്ചു, എന്നോടായിരിക്കും അല്ലാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമെന്ന്. ഓരോരുത്തർക്കും തോന്നുമായിരുന്നു റസൂലിനോട് പെരുമാറുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടാ ഏറ്റവും ഇഷ്ടം. ഓരോ സഹാബിക്കും തോന്നും. ആ തോന്നൽ കൊണ്ട് അംർ ഇബ്നുൽ ആസ് ചെന്നുകൊണ്ട് ആവശ്യപ്പെട്ടു, അല്ലാഹുവിൻ്റെ റസൂലേ പറയുമോ, അങ്ങേക്ക് ആരോടാണ് ഏറ്റവും ഇഷ്ടം? ഒരു നിമിഷം ചിന്തിക്കാതെ മറുപടി പറഞ്ഞു, ആയിഷ. എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷയോട് റിദ്വാനുല്ലാഹി തആല അൻഹാ. ലോകത്തിലെ സ്ത്രീകൾക്ക് ബോധമുണ്ടെങ്കിൽ ചിന്തിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ അത് ലോകത്തോട് വിളംബരം ചെയ്തു പറഞ്ഞു. മടി കൂടാതെ, ലജ്ജ കൂടാതെ, സങ്കോചം കൂടാതെ തൻ്റെ കുടുംബിനി, തൻ്റെ പ്രേയസി, തൻ്റെ ധർമ്മപത്നി അബൂബക്കറിൻ്റെ മകൾ, കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃതം പോലെ പണ്ഡിതയായ ആയിഷ, പതിവ്രതയായ ആയിഷ, സത്യമണി ആയിഷ, സുഹൃതമണി ആയിഷ. ആ മാതൃകയിലേക്ക് സ്ത്രീകൾക്ക് ഉയരാൻ കഴിയുമെങ്കിൽ ലോകത്തോളം പരന്നു നിൽക്കുന്ന പാണ്ഡിത്യം. ഉർവ റളിയല്ലാഹു അൻഹു പറയുന്നത്, ലോകത്തുള്ള സകല ആണുങ്ങളുടെയും അറിവ് ഒരു ഭാഗത്തും സയ്യിദ ആയിഷയുടെ അറിവ് മറുഭാഗത്തും വെച്ചാൽ ആയിഷയുടെ അറിവായിരിക്കും കൂടുതൽ വിശാലമെന്ന് താബിഈയായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഏതെങ്കിലും ആളെ വർത്താനല്ലത്. കവിതയില്, മറ്റെല്ലാ വിജ്ഞാനങ്ങളില്, ശാസ്ത്രത്തില്, അറബികളുടെ വംശശാസ്ത്രത്തില്, ഹദീസില്, ഖുർആനില്, സകല വിജ്ഞാനീയങ്ങളിലും പാണ്ഡിത്യത്തിന്റെ പ്രതിരൂപമേ സയ്യിദ ആയിഷ. ആരോടാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചപ്പോ ആയിഷ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആണുങ്ങളെ കൂട്ടത്തിൽ ആരോടാണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ പിതാവ് എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ്, ഗുഹയിലെ സഹചാരി, ഹിജ്റയിലെ സഹചാരി, ഇഹലോകത്തെ സഹചാരി, പരലോകത്തെ സഹചാരി, റൗള ശരീഫിലെ സഹചാരി. ഒരു ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ്, സിദ്ദീഖിനോട് ചേർന്ന് ഉമറുൽ ഫാറൂഖ്. അല്ലാഹു നമ്മളെ മക്കയിലും മദീനയിലും ആവർത്തിച്ചെത്തിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹി ഇബ്നു ശുഹൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വന്നു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ്. ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ നബിയുടെ നെഞ്ചത്ത് നിന്നൊരു കരച്ചിൽ ഇങ്ങനെ വരികയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കുമ്പോൾ ഇനി മതി എന്ന് പറഞ്ഞ ഖുർആൻ കേട്ടിട്ട് കരഞ്ഞതോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നബിയുടെ വഫാത്തിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹായുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എങ്ങനെയായിരുന്നു നബിയോടൊത്തുള്ള അങ്ങയുടെ ജീവിതം യാ സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹാ? നബിയോടൊപ്പമുള്ള ജീവിതത്തെ പറ്റി പറഞ്ഞു തരൂ. പിൽക്കാലത്തൊരു സമൂഹത്തിന്റെ ഉത്കണ്ഠയാണ്. ഞങ്ങൾ മാസപ്പിറവി കാണുമായിരുന്നു. ഒരു മാസപ്പിറവി
അടുത്ത മാസപ്പിറവിയും കാണുമായിരുന്നു. രണ്ടാമത്തെ മാസപ്പിറവി, മൂന്നാമത്തെ മാസപ്പിറവിയും കാണുമായിരുന്നു. എന്ന് പറഞ്ഞാൽ 2 മാസമായി. 3 മാസപ്പിറവ് കാണണമെങ്കിൽ 2 മാസമാവും. പക്ഷേ വീട്ടിലെ അടുപ്പിൽ തീ പുകയാറുണ്ടായിരുന്നില്ല എന്ന് സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹാ. നബിയോടൊത്തുള്ള ജീവിതം 3 മാസത്തിൽ അന്നല്ല, 3 മാസത്തിൽ ഭക്ഷണമില്ല, അടുപ്പിൽ തീയില്ല. പിന്നെ എങ്ങനെയായിരുന്നു, എന്താ കഴിച്ചിരുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹാ മറുപടി പറഞ്ഞു, പച്ചവെള്ളവും ഈത്തപ്പഴവുമെന്ന്. സയ്യിദ ആയിഷ പുണ്യ റസൂലിനോടൊപ്പമുള്ള ജീവിതമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മകനായ ഇബ്രാഹിം മരണപ്പെടുമ്പോ മകനെ മടിയിൽ വെച്ചിട്ട് നബി കരയുമ്പോ, അങ്ങ് കരയുകയോ എന്ന് സഹാബത്ത് ചോദിക്കുമ്പോ കണ്ണുകൾ കരയും, ഹൃദയം കഥനപ്പെടും. പക്ഷേ റബ്ബിന് തൃപ്തിപ്പെടാത്തതൊന്നും നമ്മൾ നാവുകൊണ്ട് പറയില്ലെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മകളായ സൈനബിനെ ഖബറിലേക്ക് ഇറക്കുമ്പോ, റബ്ബേ എൻ്റെ മകളെ അനുഗ്രഹിക്കണേ, എനിക്ക് വേണ്ടി ഒരുപാട് സഹിച്ചവളാണ് എൻ്റെ മകൾ സൈനബെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു കുൽസൂം ഖബറിലേക്ക് ഇറക്കുമ്പോഴും എൻ്റെ മകളോട് ക്ഷമിക്കണമേ, പുറത്തു കൊടുക്കണമേ എന്ന് പറഞ്ഞ് കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആപത്ത് നിറഞ്ഞ ഈ കാലത്ത് നമ്മൾ ഓർക്കണം, ഒരു പേരക്കുട്ടി മരണപ്പെടാൻ പോകുന്നു, രോഗം ബാധിച്ച് കിടപ്പിലാണ്, നെഞ്ചിൽ ശ്വാസം തടയുന്നുവെന്ന് ഉസാമ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു. റസൂൽ ഒരു സന്ദേശം കുറിച്ചയച്ചു. അള്ളാഹു തന്നതൊക്കെ മോളെ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹു നൽകിയതെല്ലാം അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹു നൽകാത്തതും തിരിച്ചെടുക്കുന്നതും അതും അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് മോളെ നീ ക്ഷമിക്കണം, നീ സഹനപ്പെടണം, അള്ളാഹുവിനോട് നീ പ്രാർത്ഥിക്കണം എന്ന് സന്ദേശം കൊടുത്തയച്ചു. പക്ഷേ ആള് വീണ്ടും വന്നു. മകള് വല്ലാതെ നിർബന്ധം പറയുന്നുണ്ട്, അള്ളാന്റെ റസൂല് ചെല്ലണം. റസൂലുള്ള എഴുന്നേറ്റു. കൂടെ മുആദ് ബിൻ ജബലും ഉബയ്യ് ബിൻ കഅബും ഉബാദ ബിൻ സാമിത്തും റളിയല്ലാഹു അൻഹു 3 പേരെ കൂട്ടി റസൂൽ മകളുടെ വീട്ടിലെത്തി. മടിയിലേക്ക് പേരക്കുട്ടിയെ കിടത്തി. 2 കണ്ണുകളും നിറഞ്ഞു. നബിയുടെ സങ്കടം ഓർത്തിട്ട് സലാത്തില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സഅദ് ബിൻ ഉബാദ, അവിടുന്ന് കരയുകയാണോ, അല്ലാഹുവിന്റെ റസൂൽ കരയാണോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ വാക്കാണ് ഇന്നത്തെ വിഷയത്തിന്റെ പരിസമാപ്തി. മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവന് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കില്ലെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ കരുണയാണ്, കരച്ചിൽ കരുണയാണ്, സങ്കടം കരുണയാണ്. വാപ്പ മരിച്ചാലേ അവിടെ എഴുന്നേറ്റിട്ട് ആൾക്കാരെ സ്വീകരിക്കാൻ നിൽക്കലല്ല, അതല്ല കരുണ. വാപ്പ മരിച്ചാൽ നീ തളരും, നീ തളരണം, നിനക്ക് കരുണ ഉണ്ടെങ്കിൽ. ഞാനിന്ന് ഈ ലോകത്ത് പല മാറ്റങ്ങളും കാണുകയാണ്. ആളുകളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം നമ്മിൽ ഞെട്ടലുണ്ടാക്കുന്നു. അല്ലാമ ഇഖ്ബാലിന്റെ ഒരു വാക്കുണ്ട്, ഒരു സമൂഹം മാറുന്നത് ആ സമൂഹത്തിന്റെ ഹൃദയം മാറുമ്പോഴാണ്. ഒരു സമൂഹത്തിന്റെ ഹൃദയം മാറ്റുന്നത് വിദ്യാഭ്യാസമാണ് എന്നും ഹസ്രത്ത് അല്ലാമ തുടർന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വാസ്തവമായിട്ട് ഞാനും നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണുകയാണ്. മനുഷ്യന്മാരുടെ പെരുമാറ്റങ്ങള്, പണ്ടത്തെ സ്നേഹങ്ങള്, പണ്ടത്തെ കൃത്രിമത്വമില്ലാത്ത കൂടിച്ചേരലുകള് ഒക്കെ പോയി. വാപ്പ മരിച്ചോടത്തൊക്കെ മക്കൾ നിൽക്കുന്നുണ്ടാല് മരിച്ചാലും പബ്ലിസിറ്റിയാണ്. ഇത്ര ആള് വന്നു എന്നാണ്, എത്ര നേതാക്കൾ വന്നു, എത്ര മന്ത്രിമാര് വന്നു, എത്ര MLA വന്നു, മരിച്ചെടുത്തു. അതും ഒരു പബ്ലിസിറ്റിക്കുള്ള ഉപാധിയാക്കുകയാണ്. ഈ മനുഷ്യനവിടെ കിടക്കുമ്പോ ഇവനെ നോക്കി വളർത്തിയ, അർദ്ധരാത്രി വീട്ടിൽ വന്നിട്ട് ഇവൻ ഉറങ്ങിക്കിടക്കുമ്പോ എൻ്റെ മോൻ ഉറങ്ങിയോ, എൻ്റെ മോൾ ഉറങ്ങിയോ എന്ന് പറഞ്ഞ് പാവം വൃദ്ധൻ തൊട്ടിലേക്ക് ഉറ്റു നോക്കിയതും, തൊട്ടിൽ നിന്ന് നിങ്ങളെയും എന്നെയും പൊക്കിയെടുത്തതും, പിന്നെ നമ്മുടെ കാല് ഉപ്പ ബാപ്പ മൂക്കോട് ചേർത്ത് മുത്തം വെച്ചതും, കാലേ ആ കാലുകൊണ്ടാണ് ഇന്ന് ചവിട്ട്. കേരളത്തിൽ ഇന്ന് പൊങ്ങി വരുന്നത് വൃദ്ധസദനങ്ങളാണ്. വീട്ടില് മാതാപിതാക്കളെ പോറ്റൂലാന്ന്, അവരെ വേറെ എവിടെങ്കിലും കൊണ്ടേ തള്ളുകയെന്ന്, കന്നുകാലികൾക്ക് തൊഴുത്ത്,
മാതാപിതാക്കൾക്ക് വൃദ്ധസദനം. അതാണ് പുത്തൻ പരിഷ്കാരം, അതാണ് പുരോഗമനം, അതാണ് ആധുനിക യാന്ത്രിക നാട്യങ്ങളും ജാഡ്യങ്ങളും പുത്തൻ മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോ കരുണ ഓർക്കണം, പരിശുദ്ധ റസൂലിന്റെ കരുണ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. शब रोज अब तो यही है तो आए, शब रोज अब तो यही है तो आए, खुदा दिन वलाए मदीने को जाए. രാവും പകലും ഇപ്പൊ ഒറ്റ മോഹേ ഉള്ളൂ, മദീനത്ത് പോകുന്ന ദിവസം ഒന്ന് അല്ലാഹുവേ പെട്ടെന്ന് വരുത്തിക്കണേ. അല്ലാഹ് നമ്മൾ റസൂലുള്ളാഹിന്റെ പട്ടണത്തിലെത്തട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. ശബ് റോസ് അബ് തോ യഹി ഹേ തോ ആയേ, ഖുദാ ദിൻ വലായേ മദീനെ കോ ജായേ. नजर आए जिस दम हरम की फिजाएं, बहर काम अपनी निगाहें बिछाए. റസൂലുള്ളാഹിന്റെ ഹറം ചെന്നിട്ട് എനിക്കെന്റെ കണ്ണുകൾ വിരിപ്പാക്കിയിട്ട് വിരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. അറബ് കേ ബയാബാൻ, അറബ് കേ ബയാബാൻ കെ ഹർ സർറ ചൂമേ. അറബ് മരുഭൂമിയുടെ ഓരോ കണികയും എടുത്ത് മുത്തം വെക്കണം. ഗുബാറേ ഹറം കോ ഗലേ സേ ലഗായേ, ഹറമിന്റെ മണ്ണിനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കണം. वो दुनिया की जन्नत, वो जन्नत की दुनिया. ദുനിയാവിലെ ആ സ്വർഗം, സ്വർഗത്തിലെ ആ ദുനിയാവ്. മുഅംബർ ഹവായെ മുഅത്തർ ഫിസായെ, ജഹാം പർ ഹെ ഇൻസാൻ ജൈസേ ഫരിഷ്തേ. മലക്കുകളെ പോലെ മനുഷ്യന്മാര് പാർത്ത മദീന നഗരി കാണണം. റസൂലുള്ളാഹിന്റെ സഹാബത്ത് മലക്കുകളെ പോലെ. ജഹാം പർ ഹെ ഇൻസാൻ ജൈസേ ഫരിഷ്തേ, മെഹക്തി ഹെ ഹർ സൂ അവായേ ഖബായേ. അവരുടെ കുപ്പായങ്ങളും വസ്ത്രങ്ങളിൽ നിന്നും സുഗന്ധം പരക്കുന്നത് കാണണം. കബീ മസ്ജിദേ ഫത്ഹ് നുസ്രത്ത് കോ ദേഖേ, കബീ ജാകെ ദേഖേ ഉഹദ് കീ ബലായേ. നബിയുടെ മസ്ജിദുൽ ഫത്ഹ് കാണണം. ഒരു കോണി കയറി പോയിട്ട് വേണം മസ്ജിദുൽ ഫത്ഹിൽ എത്താൻ. വല്ല യുദ്ധം കൊടുമ്പിരിക്കൊണ്ട ഖന്തത്ത് യുദ്ധത്തിൽ അവിടെ ഉയർന്നിട്ടാണ് റസൂലുള്ളാഹിക്ക് സഹായം ഇറങ്ങിയത്. കോണി ഇങ്ങനെ കയറിയിട്ട് മസ്ജിദുൽ ഫത്ഹിൽ കയറണം. കഭി ജാകെ ദേഖേ ഉഹദ് കീ ബലായേ, ഉഹദിന്റെ കഷ്ടപ്പാടുകൾ ഓർക്കണം. കഭി ദൂർ സേ സബ്സെ ഗുംബദ് കോ ദേഖേ, കഭി പാസ് ആകർ നിഗാഹേ ഝുകായേ. ദൂരത്തുനിന്ന് പച്ചക്കുബ്ബ കാണണം, അതിൻ്റെ അടുത്ത് പോയിട്ട് കണ്ണുകൾ താഴ്ത്തണം. കരേ ഉൻ ജാലിയോं पर इन आंखों के सदक़े, നബിയുടെ റൗളയെ മൂടി നിൽക്കുന്ന അഴികൾ, അവിടെ എൻ്റെ കണ്ണിനെ എനിക്ക് സദഖയാക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. മവാജാ पर अश्कों के മോത്തി ലുട്ടാ ദേ. നബിയുടെ റൗളയെ മൂടി നിൽക്കുന്ന ചുമരുകളിൽ എൻ്റെ കണ്ണുനീരിനെ എനിക്ക് മുത്താക്കണം. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. उमटे हो अश्के नदामत, उधर रहमतों की बरसती खटाएं. ഒരു ഭാഗത്ത് ഖേദം, മറുഭാഗത്ത് റഹ്മത്ത്. ഫിസാവോ മെ നഗ്മാ ഹോ സല്ലി അലാ കാ, സലാമുൻ അലൈക്കും കിലബ് പർ സദായേ. എവിടെയും സലാത്തിന്റെ അന്തരീക്ഷമാണ്. ഫിസാവോ മെ നഗ്മാ സല്ലി അലാ കാ, സലാമുൻ അലൈക്കും കി ലബ് പർ സദായേ, സലാമുൻ അലൈക്കും കി ലബ് പർ സദായേ, സലാമുൻ അലൈക്കും കി ലബ് പർ സദായേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا برحمتك يا أرحم الراحمين. صلى الله عليه وسلم.